മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, മോശയുടെ പിൻഗാമിയായി ഇസ്രായേലിനെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ച ജോഷുവയുടെ ജീവിതത്തിൻ്റെ പ്രാരംഭ ഘട്ടമാണ് നാം ഇന്ന് പഠന വിഷയമാക്കുന്നത്. ജോഷുവ മോശയുടെ വിശ്വസ്ത സഹചാരിയും പിൻഗാമിയുമായിരുന്നു. മാത്രമല്ല, ജോഷുവ യേശുക്രിസ്തുവിനെ മുൻനിഴലാക്കുന്ന ഒരു പ്രമുഖ വ്യക്തിയുമാണ്. ജോഷുവയുടെ ജനനത്തെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ആദ്യകാല ജീവിതത്തെക്കുറിച്ചോ ബൈബിൾ പരാമർശിക്കുന്നില്ല. അവൻ്റെ പിതാവിൻ്റെ പേര് മാത്രമേ ബൈബിൾ നൽകുന്നുള്ളൂ. അവൻ എഫ്രയീം ഗോത്രത്തിലെ നൂൻ്റെ മകൻ ആണെന്ന് സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യത്തിലും ജോഷുവയുടെ 1:1 പറയുന്നു. രക്ഷ എന്ന അർത്ഥം വരുന്ന ഹോഷയ എന്നായിരുന്നു അവൻ്റെ ആദ്യ പേരെങ്കിലും മോശ അതിന് പകരം അവന് ജോഷുവ എന്ന് പേര് നൽകി. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യം. അതിനർത്ഥം യഹോവ രക്ഷയാകുന്നു എന്നാണ്. വാഗ്ദത്ത ദേശത്തേക്ക് തൻ്റെ ജനത്തെ നയിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത നേതാവ് എന്ന അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെയാണ് ഈ പുതിയ പേര് അന്വർത്ഥമാക്കുന്നത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഇസ്രായേൽ സീനായിൽ വെച്ച് ഒരു ഉടമ്പടി ജനമായി മാറി. പരാതികൾ, ഭയം, വിഗ്രഹാരാധന, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിനുള്ള വെല്ലുവിളികൾ എന്നിവ നിറഞ്ഞ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയായിരുന്നു ഈ മരുഭൂമിവാസം. ആത്മീയ വെല്ലുവിളികളിലൂടെ അനുഭവം നേടിക്കൊണ്ടും പ്രവചനാതീത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടും തുടർച്ചയായി അർപ്പണബോധം പ്രകടിപ്പിച്ചുകൊണ്ടും ജോഷുവ തൻ്റെ നേതൃത്വ ഗുണങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ വളർത്തിയെടുത്തു. യോർദാൻ നദി കടക്കുന്നതിന് മുമ്പുള്ള ജോഷുവയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നോക്കാം. ഒന്ന്, ജോഷുവ അമാലേക്കിനെതിരെ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 16 വരെ വാക്യങ്ങൾ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേലിനെ വൈകാതെ അമാലേക്ക് ആക്രമിച്ചു. അവരെ പ്രതിരോധിക്കുന്നതിന് നേതൃത്വം നൽകാൻ മോശ നിയോഗിച്ചത് ജോഷുവയെയാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം. ആ പോരാട്ടത്തിൽ ജോഷുവയ്ക്ക് കൂട്ടിനുണ്ടായിരുന്നത് പരിചയസമ്പന്നരായ പട്ടാളക്കാരല്ല, അക്കാലത്ത് ഈജിപ്തിൽ നിന്ന് മോചിക്കപ്പെട്ട ഇസ്രായേലിലെ അടിമകളായിരുന്നു. ജോഷുവ താഴെ യുദ്ധം ചെയ്യുമ്പോൾ മോശ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ച് കുന്നിൻ മുകളിലേക്ക് കയറി. മോശയുടെ കൈകൾ വടിയുമായി ഉയർന്നിരിക്കുന്നിടത്തോളം ഇസ്രായേലിന് വിജയം ലഭിച്ചിരുന്നു. അവ ക്ഷീണിച്ച് താഴുമ്പോഴാകട്ടെ അമലേക്കിന് മുൻതൂക്കം ലഭിച്ചിരുന്നു. സൂര്യാസ്തമയം വരെ അഹ്റോനും ഹൂരും മോശയുടെ കൈകളെ താങ്ങി നിർത്തിയതിനാൽ ജോഷുവ അമലേക്കിനെ പരാജയപ്പെടുത്തി. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 16 വരെ വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ വിജയം ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തത, മധ്യസ്ഥത, തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് നൽകിയ പിന്തുണ എന്നിവയിലൂടെയാണെന്ന് ജോഷുവ തുടക്കം മുതലേ മനസ്സിലാക്കി. യുദ്ധകാലത്തിലെ ജോഷുവയുടെ വൈദഗ്ധ്യം പോലും മോശയുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിലും ദൈവ പിന്തുണയിലുമായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ചില കാര്യങ്ങൾ പരിശോധിക്കാം. ഒന്ന്, ജോഷുവയുടെ നേതൃത്വം ആരംഭിക്കുന്നത് ഒരു യുദ്ധത്തിലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോഷുവയെ നാം ആദ്യം കാണുന്നത് പ്രതിസന്ധിയെ തരണം ചെയ്യുന്ന നേതാവായാണ്. പുതുതായി സ്വതന്ത്രരും എന്നാൽ ദുർബലരുമായ ഇസ്രായേലിനെ അമാലേക്ക് പിന്നിലൂടെ വന്ന് ആക്രമിക്കുന്നു. അപ്പോഴത്തെ ജോഷുവയുടെ ആദ്യ ദൗത്യം യഥാർത്ഥ പരീക്ഷണങ്ങളിലൂടെ ദൈവ നേതാക്കളെ രൂപപ്പെടുത്തുന്നുവെന്ന് കാണിക്കുന്നു. പിൽക്കാലത്ത് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിനെ നേരിടാനിരിക്കുന്ന വലിയ സംഘർഷങ്ങളിലേക്ക് നയിക്കുവാനായി ജോഷുവയെ ഇത് സജ്ജമാക്കി. 2, വിജയം എണ്ണത്തിലോ കഴിവിലോ മാത്രമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ജോഷുവ മനസ്സിലാക്കുന്നു. ജോഷുവ യുദ്ധത്തിൽ ധൈര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ആത്യന്തികമായി മോശയുടെ മധ്യസ്ഥതയാണ് ഫലം നിർണ്ണയിക്കുന്നത്. മോശയുടെ കൈകളുടെ ഉയർച്ചയും താഴ്ചയും ആത്മീയ ആശ്രയമില്ലാതെ സൈനിക ശക്തി പര്യാപ്തമല്ലെന്ന് ജോഷുവയെയും ഇസ്രായേലിനെയും പഠിപ്പിക്കുന്നു. ജോഷുവയുടെ പിൽക്കാല നേതൃത്വത്തിലെ ഒരു പ്രധാന വിഷയമായി ഇത് മാറുന്നു. സ്വയാശ്രയത്വം പരാജയം കൊണ്ടുവരാം, എന്നാൽ അനുസരണയും വിശ്വാസവും വിജയത്തിലേക്ക് നയിക്കുന്നു. 3,
പ്രാർത്ഥനയും പ്രവൃത്തിയും സംയുക്തമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രസക്തിയെ മോശയും ജോഷുവയും പ്രതിനിധീകരിക്കുന്നു. പുരോഹിതനും പ്രവാചകനുമായ മോശ വടിയുമായി ദൈവത്തിനു മുമ്പാകെ ഒരു മധ്യസ്ഥനായി വർത്തിക്കുന്നു. അതേസമയം ജോഷുവ ജനങ്ങളെ നേരിട്ട് നയിക്കുന്നതിലൂടെ പ്രായോഗികവും സാമൂഹികവുമായ ധർമ്മം നിറവേറ്റുന്നു. ഇസ്രായേലിൻ്റെ ദൗത്യത്തിന് മധ്യസ്ഥതയും അനുസരണവും ആരാധനയും ജോലിയും കൈകോർക്കണമെന്ന് ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ മോശയുടെ ആത്മീയ മേൽനോട്ടത്തിൽ ജനങ്ങളെ നയിക്കാൻ ജോഷുവ നേതൃത്വ പരിശീലനം നേടുന്നു. മോശ ജോഷുവയെ അയക്കുക മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. യുദ്ധം നയിക്കുമ്പോൾ ആത്മീയ പിന്തുണയാൽ നയിക്കപ്പെടാൻ ജോഷുവ പഠിക്കുന്നു. ഇത് ജോഷുവയുടെ രൂപീകരണത്തിൻ്റെ ഭാഗമായി മാറുന്നു. അവൻ സ്വയം ഉയർന്ന ഒരു പടത്തലവനല്ല, മറിച്ച് മോശയുടെയും ദൈവത്തിൻ്റെയും കീഴിൽ രൂപപ്പെട്ട സേവക നേതാവാണ്. 5. മോശയുടെ കൈകൾ മറ്റുള്ളവർ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് വിജയം വരുന്നത്. ഇസ്രായേലിലെ നേതൃത്വം ഒറ്റപ്പെട്ടതല്ല, മറിച്ച് സമൂഹപരമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഓരോ വ്യക്തിയും തൻ്റേതായ പങ്ക് നിറവേറ്റുമ്പോൾ ദൈവജനം വിജയിക്കുന്നുവെന്ന് ജോഷുവ മനസ്സിലാക്കുന്നു. ചിലർ പോരാടുന്നു, ചിലർ മധ്യസ്ഥത വഹിക്കുന്നു, മറ്റു ചിലർ മധ്യസ്ഥനെ പിന്തുണയ്ക്കുന്നു. ഇസ്രായേൽ ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങളായിട്ടല്ല, ഒരു ജനതയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഈ വിഷയം പിന്നീട് പ്രസക്തമാകുന്നു. 6. അമാലേക്ക് നിരന്തര ആത്മീയ എതിർപ്പിൻ്റെ പ്രതീകമായി മാറുന്നു. അമലേക്കുമായി ഉണ്ടായ പ്രതിസന്ധി രേഖപ്പെടുത്താൻ ദൈവം മോശയോട് കൽപ്പിക്കുകയും അമലേക്കിനെതിരെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളോടുള്ള എതിർപ്പ് ഇസ്രായേൽ തുടർച്ചയായി നേരിടുമെന്നതിൻ്റെ സൂചനയാണ്. ബാഹ്യവും ആന്തരികവുമായ എതിർപ്പുകൾ നേരിടുമ്പോഴും ഇസ്രായേൽ തൻ്റെ വിശ്വസ്തത നിലനിർത്തണമെന്ന് ഇത് അനുസ്മരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഇസ്രായേലിൻ്റെ ഭാവി പ്രാർത്ഥന, അനുസരണം, ഐക്യം, ദൈവസാന്നിധ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുന്ന ഒരു നേതാവായി ജോഷുവയെ രൂപപ്പെടുത്തുന്നു. തുടർന്നുള്ള എല്ലാത്തിനും ഇത് അടിത്തറയിടുന്നു. ജോഷുവ പിന്നീട് ഇസ്രായേലിനെ കനാനിലേക്ക് നയിക്കുമ്പോൾ വിജയത്തിൻ്റെ യഥാർത്ഥ രഹസ്യം ദൈവം തൻ്റെ വിശ്വസ്ത ജനത്തിനു വേണ്ടി പോരാടുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. 2ാം ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ മോശയുടെ അടുത്ത സഹായിയായി നാം ജോഷുവയെ കാണുന്നു. മോശയുടെ വിശ്വസ്ത സഹായിയും സഹപ്രവർത്തകനുമായി ജോഷുവ കാണപ്പെടുന്നു. മോശയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നത് ദ്രുതഗതിയിലുള്ള സ്ഥാനക്കയറ്റത്തിലൂടെ അല്ല, തുടർച്ചയായ പരിശീലനത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച രൂപപ്പെട്ടത് എന്നാണ്. പുറപ്പാടിൻ്റെ 24:13 രേഖപ്പെടുത്തുന്നത് പോലെ മോശയ്ക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ച സീനായി മലയുടെ ഒരു ഘട്ടം വരെ അദ്ദേഹം മോശയോടൊപ്പം പോയി. അതിനാൽ ഇസ്രായേലിന് ഉടമ്പടി നിയമം ലഭിക്കുന്ന വിശുദ്ധ സംഭവത്തിന് അടുത്തുവരെ അദ്ദേഹം ഉയർന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഭാവി നേതൃത്വം സൈനിക ശേഷിയിൽ ഒതുങ്ങുന്നതിലുപരി ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള വിധേയത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നുവെന്ന് വ്യക്തമാക്കി. സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ച വിശ്വാസ പ്രതിസന്ധി പൊട്ടിപ്പുറപ്പെടുമ്പോൾ ജോഷുവ മോശയോടൊപ്പം പാളയത്തിലെ ശബ്ദം കേൾക്കുകയും മോശയോട് സംസാരിക്കുകയും ചെയ്യുന്നു. പുറപ്പാടിന് 32:17. വിഗ്രഹാരാധനയുടെ നിമിഷങ്ങളിലും താൻ മോശയോടൊപ്പമാണ് എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. പിൽക്കാലത്ത് ആളുകൾ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴുമ്പോൾ ആത്മീയ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം മോശയിലൂടെ മനസ്സിലാക്കി. പുറപ്പാടിൻ്റെ 31:11 നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹിതനോടെന്നപോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. അപ്രകാരം ദൈവസാന്നിധ്യത്തിലാണ് ജോഷുവ നിലകൊള്ളുന്നത്. ഇസ്രായേലിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തിരുസാന്നിധ്യം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ യഥാർത്ഥ അധികാരത്തിൻ്റെ അടിസ്ഥാനം ആന്തരികമായ ഭക്തിയിലും നിരന്തര വിശ്വസ്തതയിലും കർത്താവിനടുത്ത് ചെലവഴിക്കുന്നതിലുമാണ്. ഈ 3 രംഗങ്ങളിൽ നിന്ന് ജോഷുവ എങ്ങനെ രൂപപ്പെട്ടുവെന്നും പിന്നീട് അദ്ദേഹം മോശയുടെ ശരിയായ പിൻഗാമിയായി മാറിയതെങ്ങനെയെന്നും നമുക്ക് അനുമാനിക്കാം. 3ാം ഭാഗത്തേക്ക് വരുമ്പോൾ കാലേബുമായുള്ള ചാരവൃത്തിയെ തുടർന്നുള്ള വിശ്വസ്തത. സംഖ്യയുടെ പുസ്തകം 13-14 അധ്യായങ്ങൾ. ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തോട് അടുക്കുമ്പോൾ കുടിയേറ്റ ഭൂമി പരിശോധിക്കാൻ മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരാൾ വീതം 12 പേരെ തിരഞ്ഞെടുത്തു. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം. എബ്രയയിൽ നിന്നുള്ള ജോഷുവയും ഇതിൽ ഉൾപ്പെടുന്നു. സംഖ്യ 13:8. ദേശം ഫലഭൂയിഷ്ഠവും സമൃദ്ധവുമാണെന്ന് അവർ നിരീക്ഷിച്ചു.
പാലും തേനും ഒഴുകുന്നതാണത്. ഇത് അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 10 ചാരന്മാർ ഭയം ജനിപ്പിക്കുന്ന വിവരണമാണ് നൽകിയത്. അവർ ശത്രുക്കളെ ഭീമന്മാരായും ഇസ്രായേലിനെ നിസ്സഹായരായും വിശേഷിപ്പിച്ചു. തൽഫലമായി ആളുകൾ പരിഭ്രാന്തിയിലും പിറുപിറുപ്പിലും മത്സരത്തിലും ഇടറി വീഴുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഭയം ഒരു ആത്മീയ കലാപമായി മാറുന്നു. അവർ ദുഃഖിക്കുകയും മോശയെയും അഹ്റോനെയും കുറ്റപ്പെടുത്തുകയും ഈജിപ്തിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഈജിപ്തിലെ അടിമത്തം സുരക്ഷിതമാണെന്ന് അവർ കരുതി. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആ ഘട്ടത്തിൽ നിലവിലുള്ള ജനക്കൂട്ടത്തെ എതിർക്കാൻ ജോഷുവ കലേബിനൊപ്പം ചേർന്നു. തങ്ങളുടെ ശക്തമായ പ്രതിഷേധ പ്രകടനമായി അവർ വസ്ത്രങ്ങൾ പരസ്യമായി വലിച്ചു കീറി. അത് ദൈവനിന്ദയോടുള്ള കഠിന വേദനയുടെയും പ്രതിഷേധത്തിൻ്റെയും പ്രകടനമാണ്. ദൈവപരിപാലനയിൽ വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ജോഷുവയും കാലേബും ശഠിക്കുന്നു. ഇസ്രായേലിൻ്റെ ശക്തിയാലല്ല, മറിച്ച് കർത്താവിൻ്റെ വിശ്വസ്തത കൊണ്ട് അത് സാധ്യമാണെന്ന് അവർ നിലപാടെടുക്കുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 9-10 വാക്യങ്ങൾ. സ്വന്തം ജനത്തിൽ നിന്ന് ശത്രുതയും ഭീഷണിയും നേരിട്ടെങ്കിലും അവർ ധൈര്യപൂർവ്വം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. ഈ സംഭവം ഇസ്രായേലിൻ്റെ മരുഭൂമി ചരിത്രത്തിലെ വഴിത്തിരിവുകളിൽ ഒന്നായി മാറുന്നു. കർത്താവ് മത്സരത്തെ ന്യായം വിധിക്കുന്നു. തന്നെ വിശ്വസിക്കാൻ വിസമ്മതിച്ച തലമുറ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. അവിശ്വാസികളായ ആ തലമുറ കടന്നു പോകുന്നത് വരെ അവർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കും. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 26 മുതൽ 35 വരെ വാക്യങ്ങൾ. വിശ്വസ്ത സാക്ഷികളായ ജോഷുവയെയും കാലേബിനെയും ദൈവം തൻ്റെ വാഗ്ദാനം തുടരുന്ന ഒരു വിശ്വസ്ത ശേഷിപ്പായി സംരക്ഷിക്കുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായെങ്കിലും അവിശ്വാസത്തിൽ മരിച്ച തലമുറയും പിന്നീട് ദേശത്ത് പ്രവേശിച്ച മറ്റൊരു തലമുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജീവനുള്ള പാലമായി ജോഷുവ മാറി. സംഖ്യയുടെ 13-14 അധ്യായങ്ങളിലെ ഈ എപ്പിസോഡിൽ നിന്ന് ജോഷുവ മോശയുടെ പിൻഗാമിയാകുന്നത് എന്തുകൊണ്ടെന്ന് നമുക്ക് കാണാം. ജോഷുവ ഒരു ഉടമ്പടിയുടെ മനുഷ്യനായതിനാൽ ജനകീയ വീക്ഷണങ്ങളെയല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ അടിസ്ഥാനമാക്കിയാണ് കാലേബിനൊപ്പം നിന്നത്. 10 ചാരന്മാർ ഭയത്തിലൂടെയും മനുഷ്യ കണക്കുകൂട്ടലുകളിലൂടെയും മാത്രമാണ് ദേശത്തെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിലൂടെ ജോഷുവ അതേ യാഥാർത്ഥ്യത്തെ വീക്ഷിച്ചു. ദേശം കൈയടക്കുക മനുഷ്യസഹജമായി അസാധ്യമാണെങ്കിലും ദൈവം വിശ്വസ്തനാണ്. അതിനാൽ അത് സാധ്യമാണ്. ബൈബിൾ നേതൃത്വത്തിൻ്റെ അനിവാര്യ ഗുണം ജോഷുവയ്ക്കുണ്ടെന്ന് ഇത് കാണിക്കുന്നു. അവൻ പ്രതിസന്ധികളെ വിശ്വാസ വീക്ഷണത്തിൽ കാണുന്നു. പരിഭ്രാന്തി ജനങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുതെന്ന് അവർ വാദിച്ചു. ജനത്തിൻ്റെ ദൈവിക അവിശ്വസ്തയോടുള്ള പ്രതിഷേധ പ്രകടനമായി ജോഷുവയും കാലേബും തങ്ങളുടെ വസ്ത്രങ്ങൾ കീറിയപ്പോൾ അവർ എത്രമാത്രം അസ്വസ്ഥരാണെന്ന് അത് കാണിച്ചു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം. കാരണം ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്, കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല എന്ന അവരുടെ വാക്കുകൾ ഇടയ ശബ്ദമായി പ്രതിധ്വനിച്ചു. അവിശ്വാസത്താൽ സ്വയം നശിപ്പിക്കുന്നതിൽ നിന്ന് ദൈവജനത്തെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചു. ജനക്കൂട്ടം അവരെ കല്ലെറിയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് തെളിയിക്കുന്നത് ദൈവാശ്രയത്തിലുള്ള ജോഷുവയുടെ സുധീര നിലപാടിനെയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ജനപ്രീതി നഷ്ടപ്പെടാനും ജീവൻ പണയപ്പെടുത്താനും അവർ തയ്യാറായി. ജോഷുവയുടെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ ഔപചാരിക നിയമനത്തിന് മുമ്പ് പ്രകടനമായി. അവിശ്വാസികളായ തലമുറയ്ക്കെതിരെ ഉണ്ടായ ദൈവത്തിൻ്റെ ന്യായവിധി വാഗ്ദത്ത ദേശത്തേക്കുള്ള പ്രവേശനം സ്വാഭാവികമല്ലെന്നും അത് വിശ്വാസയോഗ്യമായ അനുസരണത്തോടെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും പഠിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 26 മുതൽ 35 വരെ വാക്യങ്ങൾ. നിത്യവാഗ്ദത്ത ദേശമായ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിനും ദൈവാശ്രയ ബോധവും സ്വയപരിശ്രമവും ആവശ്യമാണ്. അങ്ങനെ ജോഷുവ മോശയുടെ യഥാർത്ഥ പിൻഗാമിയാകുന്നത് എന്തുകൊണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും
സമ്മർദ്ദത്തിൽ ഉറച്ചു നിൽക്കുകയും ജനങ്ങളെ ഉടമ്പടി വിശ്വസ്തതയിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്യുന്ന ഒരു നേതാവായി ജോഷുവ നിലകൊണ്ടു. നമുക്ക് അദ്ദേഹം വലിയ മാതൃകയാണ്. 4. ജോഷുവയെ മോശയുടെ പിൻഗാമിയായി നിയോഗിക്കൽ. മോശയുടെ ജീവിതാവസാനത്തോടടുക്കുമ്പോൾ രക്ഷാചരിത്രം മനുഷ്യൻ്റെ നിയന്ത്രണത്താലല്ല, ദൈവത്തിൻ്റെ സ്വന്തം പദ്ധതിയിൽ നയിക്കപ്പെടുന്നുവെന്ന് കർത്താവ് കാണിക്കുന്നു. ജോഷുവയെ പരസ്യമായി നിയമിക്കാൻ ദൈവം മോശയോട് കൽപ്പിക്കുന്നു. നൂനിൻ്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവൻ്റെ മേൽ നിൻ്റെ കൈവയ്ക്കുക. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18-ാം വാക്യം. കർത്താവിൻ്റെ കൽപ്പന പ്രകാരം മോശ പുരോഹിതനായ എലയാസറിൻ്റെയും മുഴുവൻ സമൂഹത്തിൻ്റെയും മുമ്പാകെ ജോഷുവയെ അവതരിപ്പിക്കുകയും അവരുടെ മുമ്പാകെ അവനെ നിയോഗിക്കുകയും ചെയ്യുന്നു. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18 മുതൽ 23 വരെ വാക്യങ്ങൾ. ചരിത്രത്തിലെ മനുഷ്യരുടെ റോളുകൾ താൽക്കാലികമാണെന്ന് ഈ അധികാര കൈമാറ്റം വ്യക്തമാക്കുന്നു. നേതാക്കൾ മാറുമ്പോഴും ദൈവത്തിൻ്റെ പരിപാലന തടസ്സമില്ലാതെ തുടരുന്നു. മോശയുടെ നേതൃത്വത്തിൻ്റെ സമയം പൂർത്തീകരിക്കുമ്പോൾ ജോഷുവയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നു. മോശയല്ല തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത്. ജോഷുവ സ്വാധീനത്താലോ സ്വന്തം ഇച്ഛയാലോ അല്ല ആ പദവി നേടുന്നത്, മറിച്ച് ദൈവം തന്നെ തൻ്റെ ജനത്തെ നയിക്കാൻ ആളുകളെ നിശ്ചയിക്കുകയാണ്. ഇസ്രായേലിലെയും ആധുനിക സഭയിലെയും തൻ്റെ പ്രതിനിധികളെ ദൈവമാണ് തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് മോശ പിതൃതുല്യമായ പ്രബോധനത്തിലൂടെ ജോഷുവയെ ശക്തിപ്പെടുത്തി. ശക്തനും ധീരനുമായിരിക്കുക, കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. നിയമാവർത്തനം 31-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പിന്നീട് കർത്താവ് തന്നെ ജോഷുവയോട് പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് നൽകുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന നാട്ടിലേക്ക് നീ അവരെ നയിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിയമാവർത്തനം 31-23. ജോഷുവയുടെ അധികാരം വ്യക്തിപരമായ കഴിവിൽ നിന്നല്ല, മറിച്ച് ഉടമ്പടി അനുസരണത്തിലാണ് വേരൂന്നിയത് എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇപ്രകാരം തന്നെയാണ് ക്രൈസ്തവ നേതൃത്വവുമെന്ന് നാം അനുസ്മരിക്കണം. ദൈവം ജോഷുവയെ ആത്മാവ് കുടികൊള്ളുന്നവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 27-18. ജോഷുവ ഇതിനകം തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നുവെന്ന് ഇത് കാണിക്കുന്നു. അവൻ വൈദഗ്ധ്യം നേടിയവൻ മാത്രമല്ല, ദൈവത്താൽ നയിക്കപ്പെട്ടവനുമായിരുന്നു. ബൈബിൾ നേതൃത്വം ആരംഭിക്കുന്നത് ബാഹ്യ കഴിവിൽ മാത്രമല്ല, ദൈവത്താൽ രൂപപ്പെടുത്തപ്പെടുന്ന ആന്തരിക ശക്തിയാലാണ്. ദൈവിക നിർദ്ദേശപ്രകാരം മോശ ജോഷുവയുടെ മേൽ കൈവെപ്പ് ശുശ്രൂഷ നിർവഹിക്കുന്നത് പുരോഹിതനായ എലിയാസറിൻ്റെയും മുഴുവൻ സഭയുടെയും മുമ്പാകെയാണ്. സംഖ്യയുടെ പുസ്തകം 27-18 മുതൽ 23 വരെ വാക്യങ്ങൾ. ഇത് കാണിക്കുന്നത് ജോഷുവയുടെ അധികാരം സമൂഹം അംഗീകരിക്കുകയും ആരാധനയിൽ ഉറപ്പിക്കുകയും ചെയ്യണമെന്നാണ്. ഇസ്രായേൽ പൂർണ്ണമായും ഒരു രാഷ്ട്രമെന്നതിനേക്കാൾ ഒരു ഉടമ്പടി ജനതയാണ്. അതിനാൽ നേതൃത്വ മാറ്റം വിശുദ്ധ ക്രമപ്രകാരം പരസ്യ ശുശ്രൂഷയായി മാറി. അങ്ങനെ ആളുകൾക്ക് അധികാര തുടർച്ച മനസ്സിലാക്കാൻ കഴിയും. മോശയിലൂടെ നയിച്ച അതേ ദൈവം ജോഷുവയിലൂടെ തങ്ങളെ നയിക്കുമെന്ന് ജനം മനസ്സിലാക്കി. ശക്തനും ധീരനുമായിരിക്കുക എന്ന മോശയുടെ പരസ്യ പ്രബോധനം ജോഷുവയുടെ ദൗത്യം ക്ലേശകരവും സഹിഷ്ണുത ആവശ്യപ്പെടുന്നതുമായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. നിയമാവർത്തനം 31-7-8 വാക്യങ്ങൾ. ദൈവസാന്നിധ്യത്തിൻ്റെ വാഗ്ദാനവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം കർത്താവ് അവനോടൊപ്പം പോകുന്നു. അമാലേക്കിനെതിരെ ജോഷുവ ചെയ്തതുപോലെ ഭാവിയിൽ കർത്താവ് അവനോടൊപ്പം പോകുകയും അവനെ സഹായിക്കുകയും ചെയ്യുന്നതിനാൽ അവൻ വിജയിക്കുമെന്ന് ഇത് കാണിക്കുന്നു. നിയമാവർത്തനം 31-23 കർത്താവ് തന്നെ ഈ പ്രബോധനം ആവർത്തിക്കുമ്പോൾ അത് ജോഷുവയ്ക്ക് മനുഷ്യ പ്രോത്സാഹനത്തെക്കാൾ കൂടുതൽ ദൈവിക ഉറപ്പ് ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. ജോഷുവയുടെ നേതൃത്വം ഭാവിയിൽ വെല്ലുവിളികൾക്ക് വിധേയമാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തിപരമായ പ്രോത്സാഹനവും പിന്തുണയും അദ്ദേഹത്തിന് നൽകുന്നു. മോശയുടെ മരണം ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരിക്കുന്നു എന്ന് ഇസ്രായേൽ അവനെ അനുസരിച്ചുവെന്നും നിയമാവർത്തനം 34:9 പറയുന്നു. മോശയുടെ കൈവെപ്പ് പ്രതീകാത്മകം മാത്രമായിരുന്നില്ല, അത് ഉത്തരവാദിത്വത്തിൻ്റെ യഥാർത്ഥ കൈമാറ്റത്തെയും ദൈവിക പ്രാപ്തിയെയും സൂചിപ്പിക്കുന്നു. ജനങ്ങളുടെ അനുസരണം ആ അധികാര കൈമാറ്റം വിജയിച്ചുവെന്ന് കാണിക്കുന്നു. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ അനന്തമായില്ല. പകരം മോശയുടെ കീഴിൽ രൂപപ്പെടുത്തിയ കർത്താവിനാൽ ശക്തിപ്പെടുത്തപ്പെട്ട ഒരു നേതാവായി ജോഷുവയെ ദൈവം ഉയർത്തി. അങ്ങനെ ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ പരിപാലന തുടർന്നു.
അഞ്ചാം ഭാഗം നേതൃത്വത്തിനും ഉടമ്പടി അനുസരണത്തിനുമുള്ള ജോഷുവയുടെ ആഹ്വാനം. ജോഷുവ 1:1-9 വരെ. മോശയുടെ മരണശേഷം കർത്താവ് ജോഷുവയോട് നേരിട്ട് സംസാരിച്ചു. ദൈവം അവനോട് ഇസ്രായേലിനെ യോർദാന് കുറുകെ അവരുടെ പൂർവികർക്ക് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നയിക്കാൻ കൽപ്പിച്ചു. മോശയോടൊപ്പം ഉണ്ടായിരുന്നതുപോലെ തന്നോടും കൂടെ ഉണ്ടാകുമെന്ന് കർത്താവ് ജോഷുവയ്ക്ക് ഉറപ്പ് നൽകി. ശക്തനും ധീരനുമായിരിക്കാനും എല്ലാറ്റിനുമുപരി മോശയിലൂടെ നൽകപ്പെട്ട ന്യായപ്രമാണം അനുസരിക്കാനും ജോഷുവയോട് കൽപ്പിച്ചു. വിശ്വസ്തമായ അനുസരണത്തിലൂടെ വിജയം കൈവരിക്കാമെന്നതിനാൽ രാവും പകലും ന്യായപ്രമാണത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു. ദൈവവചനത്തിലും ഉടമ്പടി വിശ്വസ്തതയിലും നിന്നാണ് ജോഷുവയുടെ നേതൃത്വം ആരംഭിക്കുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ജോഷുവ 1:1-9 വരെയുള്ള വാക്യങ്ങളിലെ ഈ ആഹ്വാനത്തിലൂടെ ബൈബിൾ വിവരണം മോശയുടേതിൽ നിന്നും ജോഷുവയുടെ കാലഘട്ടത്തിലേക്ക് മാറുന്നു. അതേസമയം ഇസ്രായേലിൻ്റെ യഥാർത്ഥ നേതാവ് കർത്താവാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. മോശയുടെ മരണശേഷം ദൈവം യോശുവയോട് നേരിട്ട് സംസാരിക്കുന്നത് ജോഷുവയുടെ അധികാരം മോശയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ചതല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയിലൂടെ പ്രത്യേകമായി നൽകപ്പെട്ടതാണ് എന്ന് കണക്കാക്കുന്നു. ഇസ്രായേലിൻ്റെ ഭാവി ഏതെങ്കിലും ഒരു നേതാവിൻ്റെ സ്വാധീനത്തെ ആശ്രയിച്ചല്ല, മറിച്ച് ദൈവം നൽകുന്ന മാർഗനിർദ്ദേശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജോഷുവ 1:5 ദൈവം ജോഷുവയോട് പറയുന്നു, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഈ വാഗ്ദാനം മോശ പോയെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉടമ്പടി ദൗത്യം തുടരുന്നതിനെയും വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരു നേതാവിൻ്റെ മരണത്തിലൂടെ അവസാനിക്കുന്നില്ല. ജോഷുവയോട് ശക്തനും ധീരനുമായിരിക്കുക എന്ന് ആവർത്തിച്ചുള്ള കൽപ്പന സൂചിപ്പിക്കുന്നത് ഭാവിയിൽ അപകട സാഹചര്യങ്ങൾ, അനിശ്ചിത യുദ്ധങ്ങൾ, ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുന്നതിൻ്റെ വെല്ലുവിളി എന്നിങ്ങനെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും എന്നാണ്. ഇവിടെ ധൈര്യം വൈകാരികമല്ല, മറിച്ച് സമ്മർദ്ദത്തിനിടയിലെ ഉറച്ച വിശ്വാസമാണ്. സൈനിക ശക്തിയിലും ഉപരി ഉടമ്പടി അനുസരണമാണ് പ്രധാനം. ജോഷുവ 1:8 കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഇതിൻ പ്രകാരം ജോഷുവയുടെ വിജയം അളക്കുന്നത് വിശ്വസ്തതയിലൂടെയാണ്. ന്യായപ്രമാണങ്ങളെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കാനുള്ള നിർദ്ദേശം സൂചിപ്പിക്കുന്നത് ജോഷുവയുടെ നേതൃത്വം തിരുവെഴുത്ത് കേന്ദ്രീകൃതമാണ് എന്നാണ്. വ്യക്തിപരമായ ഇഷ്ടപ്രകാരം ഭരിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല. മോശയിലൂടെ കൈമാറിയ ദൈവവചനമനുസരിച്ച് അവൻ ഭരിക്കണം. ഇത് ഇസ്രായേലിലെ പിൽക്കാല നേതാക്കൾക്കെല്ലാം ഒരു മാതൃകാ നിർദ്ദേശമാണ്. ജോഷുവയെ യേശുക്രിസ്തുവിൻ്റെ ഒരു മാതൃകയായി മനസ്സിലാക്കാം. അതായത് അവൻ്റെ ജീവിതവും ദൗത്യവും യേശു ആരാണെന്നും അവിടുന്ന് എന്ത് ചെയ്യുവാൻ വരുന്നുവെന്ന് മനസ്സിലാക്കാൻ നമ്മെ സജ്ജമാക്കുന്നു. ഈ ബന്ധം ആരംഭിക്കുന്നത് ജോഷുവയുടെ പേരിൽ നിന്നാണ്. പഴയ നിയമത്തിൽ ജോഷുവ എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് രക്ഷയാണ്, അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ബൈബിൾ ഭാഷകളിൽ ജോഷുവ, യേശു എന്നീ പേരുകൾ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഇത് യാദൃച്ഛികമല്ല. യേശുവിലൂടെ പിന്നീട് വരാനിരിക്കുന്ന ഒരു വലിയ രക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളമായി ദൈവം ജോഷുവയുടെ പേര് ഉപയോഗിക്കുന്നു. ഈശോയുമായുള്ള ജോഷുവയുടെ ബന്ധം മനസ്സിലാക്കാൻ ജോഷുവയുടെ ദൗത്യവും നമ്മെ സഹായിക്കുന്നു. അദ്ദേഹം ദൈവജനത്തെ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് നയിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവന്നു. സ്വന്തം ശക്തി കൊണ്ടോ സൈനിക വൈദഗ്ധ്യം കൊണ്ടോ അല്ല അദ്ദേഹം ഇത് നേടിയത്. ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് ജോഷുവ വിജയിച്ചത് എന്ന് ബൈബിൾ സ്ഥാപിക്കുന്നു. ഈ വിധത്തിൽ ജോഷുവയുടെ ജീവിതം ഒരു പ്രധാന പാഠം പഠിപ്പിക്കുന്നു. രക്ഷ എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, മനുഷ്യൻ്റെ നേട്ടമല്ല. ഏറെ വലുതും ആഴമേറിയതുമായ രീതിയിൽ ജോഷുവ ആരംഭിച്ചത് ഈശോ നിറവേറ്റുന്നു. ദൈവജനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ദേശത്തേക്ക് ജോഷുവ ഇസ്രായേലിനെ കൊണ്ടുവന്നു. യേശുവാകട്ടെ എല്ലാ വിശ്വാസികളെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി ദൈവവുമായുള്ള നിത്യജീവനും കൂട്ടായ്മയുമാകുന്ന യഥാർത്ഥ വാഗ്ദത്ത ദേശത്തേക്ക്, സ്വർഗത്തേക്ക് നയിക്കുന്നു. ജോഷുവ ഇസ്രായേലിന് ഒരു താൽക്കാലിക മാതൃരാജ്യം നൽകി. ഈശോയാകട്ടെ സനാതനമായ ദൈവരാജ്യം നമുക്ക് നൽകുന്നു. അതിനാൽ ജോഷുവയുടെ പേര് ഒരു ദൈവശാസ്ത്രപരമായ അടയാളം എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ സ്വന്തം പരിശ്രമത്തിലൂടെയോ ശക്തിയിലൂടെയോ ആസൂത്രണത്തിലൂടെയോ അല്ല രക്ഷ വരുന്നത് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രക്ഷ കർത്താവിൽ നിന്ന് മാത്രമാണ് വരുന്നത്.
ജോഷുവയുടെ ജീവിതം യഥാർത്ഥ രക്ഷകനായ യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടുന്ന് ദൈവത്തിൽ നിന്ന് സഹായം കൊണ്ടുവരിക മാത്രമല്ല, നമ്മുടെ ഇടയിൽ ദൈവത്തിൻ്റെ രക്ഷാ സാന്നിധ്യവുമാണ്. ചുരുക്കത്തിൽ ജോഷുവയും യേശുവും തമ്മിലുള്ള ബന്ധം നാമത്തിലും ദൗത്യത്തിലും വ്യക്തമാണ്. ജോഷുവയുടെ നാമം കർത്താവ് രക്ഷിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു ഈ സത്യം പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു. ജോഷുവ ഇസ്രായേലിനെ ദേശത്തേക്ക് നയിക്കുന്നു. യേശു മനുഷ്യവംശത്തെ പിതാവിനോടൊപ്പമുള്ള നിത്യജീവനിലേക്ക് നയിക്കുന്നു. ജോഷുവയുടെ ഈ ആദ്യകാല ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം. ഒന്ന്, ജോഷുവ മോശയെ സേവിക്കുകയും ദൈവ സാന്നിധ്യത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു. പിന്നീടാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രമുഖ നേതാവാകുന്നത്. വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുൻപ് ദൈവ നേതാക്കളെ നിശബ്ദമായി ഒരുക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 2, ജോഷുവ ധീരമായി പോരാടുന്നു. എന്നാൽ വിജയം പ്രാർത്ഥനയുടെയും റഫീദിമിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയുമാണ്. നമ്മുടെ വിജയങ്ങൾ മനുഷ്യശക്തിയിൽ നിന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സഹായത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. 3, ജോഷുവ യുദ്ധക്കളത്തിൽ പ്രവർത്തിക്കുമ്പോൾ മോശ പർവ്വതത്തിൽ പ്രാർത്ഥിക്കുന്നു. രണ്ടും അത്യാവശ്യമാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടാകണം. 4, ഇസ്രായേൽ പാപത്തിൽ വീഴുമ്പോഴും ജോഷുവ മോശയോട് ചേർന്നും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും തുടരുന്നു. മറ്റുള്ളവർ വീഴുമ്പോൾ നേതാക്കൾ ദൈവത്തോട് വിശ്വസ്തരായി സ്ഥിരതയോടെ നിലനിൽക്കണം. 5, ജോഷുവ കൂടാരം വിട്ടുപോയില്ല. ദൈവത്തോടുള്ള അടുപ്പത്താൽ അവൻ രൂപപ്പെട്ടുവെന്ന് ഇത് കാണിക്കുന്നു. ദൈവത്തോടുള്ള അടുപ്പം ശക്തരും വിശ്വസ്തരുമായ നേതാക്കളെ രൂപപ്പെടുത്തുന്നു. 6, ഭൂരിപക്ഷത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നിട്ടും ജോഷുവയും കാലേബും ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ഉറച്ചു നിന്നു. വിശ്വാസം ജനകീയ ഭയത്തേക്കാൾ ദൈവാശ്രയത്തിൽ അധിഷ്ഠിതമാകണം. 7, ദൈവത്തിൻ്റെ സത്യം സംസാരിച്ചുകൊണ്ട് ജോഷുവയും കാലേബും നിരസിക്കലിനും ജീവ അപായത്തിനുമിടയായി. എങ്കിലും ദൈവം അവരെ പരിപാലിച്ചു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് എതിർപ്പിന് കാരണമായേക്കാം, പക്ഷെ അത് ദൈവത്തിൻ്റെ പദ്ധതിയെ സംരക്ഷിക്കുന്നു. 8, അവിശ്വാസം നിമിത്തം ഒരു തലമുറ പരാജയപ്പെടുന്നു. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദാനം തുടരാൻ ജോഷുവയെ സംരക്ഷിക്കുന്നു. അവിശ്വാസം അനന്തരഫലങ്ങൾ കൊണ്ടുവരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും തുടരുന്നു. 9, മോശയിലൂടെയും വിശുദ്ധ ക്രമത്തിലൂടെയും ദൈവത്താൽ ജോഷുവ പരസ്യമായി നിയോഗിക്കപ്പെടുന്നു. ദൈവജനത്തിലെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുന്നതല്ല, ദൈവിക തെരഞ്ഞെടുപ്പാണ്. 10, ന്യായപ്രമാണത്തെക്കുറിച്ച് ധ്യാനിക്കാനും അത് വിശ്വസ്തയോടെ അനുസരിക്കാനും ദൈവം ജോഷുവയോട് കൽപ്പിക്കുന്നു. ഓരോ ദൗത്യവും ദൈവവചനത്തോടുള്ള അനുസരണത്തോടെയാണ് ആരംഭിക്കുന്നത്. 11, മോശ മരിക്കുമ്പോൾ ദൈവം ജോഷുവയെ നേതാവാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നേതൃത്വ മാറ്റങ്ങളിലൂടെയും പുതിയ തലമുറകളിലൂടെയും ദൈവം തൻ്റെ പരിപാലന തുടരുന്നു. അവസാനമായി ജോഷുവ ഇസ്രായേലിനെ വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നു. നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന യേശുവിനെ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഹെബ്രായരുടെ പുസ്തകം 4-ാം അധ്യായം. നമ്മുടെ യഥാർത്ഥ രക്ഷകനായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ജോഷുവയുടെ ജീവിതം നമ്മെ ഒരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അനുസരണത്തിലും ധൈര്യത്തിലും നീ രൂപപ്പെടുത്തിയ ജോഷുവയുടെ മാതൃകയ്ക്ക് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുവാനും എല്ലാ ദിവസവും വിശ്വസ്തത പുലർത്താനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭയത്തെയും വ്യാജ ദൈവങ്ങളെയും നിരസിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മാറ്റങ്ങളുടെ കാലത്ത് അങ്ങയുടെ സഭയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തണമേ. ഭയത്തിൻ്റെ ഓരോ ജോർദാനിലും ഞങ്ങളെ നീ വാഗ്ദാനം ചെയ്യുന്ന അവകാശത്തിലേക്ക് നയിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.